ന്യൂഡൽഹിയിലെ US എംബസി ഒരു പ്രധാന അറിയിപ്പ് പുറത്തിറക്കിയിരിക്കുകയാണ്. 2025 ഓഗസ്റ്റ് 1 മുതൽ പാസ്പോർട്ടുകൾ മറ്റൊരാൾക്ക് പോയി എടുക്കാൻ അനുമതി ഉണ്ടാകില്ല. അപേക്ഷകരുടെ പാസ്പോർട്ടുകളുടെ സുരക്ഷ ഉറപ്പാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതുവരെ പല ആളുകളും മറ്റൊരാളെ ഏൽപ്പിച്ചാണ് പാസ്പോർട്ട് വാങ്ങിയിരുന്നത്. എന്നാൽ പുതിയ നിയമം അനുസരിച്ച് ഇങ്ങനെ മറ്റൊരാൾക്ക് പാസ്പോർട്ട് വാങ്ങാൻ സാധിക്കില്ല. പുതിയ നിയമം അനുസരിച്ച് വിസയ്ക്ക് അപേക്ഷിക്കുന്ന എല്ലാവരും പാസ്പോർട്ടും മറ്റ് രേഖകളും നേരിട്ട് പോയി എടുക്കണം. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ പാസ്പോർട്ട് എടുക്കാൻ അവരുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ നിയമപരമായ രക്ഷിതാവിനോ പോകാം. എന്നാൽ 2 രക്ഷിതാക്കളും ഒപ്പിട്ട സമ്മതപത്രം ഒറിജിനലായി കയ്യിൽ കരുതണം. സ്കാൻ ചെയ്തതോ ഇമെയിൽ ചെയ്തതോ ആയ കോപ്പികൾ സ്വീകരിക്കില്ല എന്ന് എംബസി അറിയിച്ചിട്ടുണ്ട്. എംബസി ഒരു പുതിയ സൗകര്യം കൂടി ഒരുക്കിയിട്ടുണ്ട്. പാസ്പോർട്ട് വീട്ടിലോ ഓഫീസിലോ എത്തിക്കുന്നതിനുള്ള സൗകര്യമാണിത്. ഇതിനായി ഒരാൾക്ക് 1200 രൂപ നൽകണം. ഈ സൗകര്യം വേണമെങ്കിൽ അപേക്ഷകർ അവരുടെ വിവരങ്ങൾ ഓൺലൈനിൽ മാറ്റണം. ഡെലിവറി ഓപ്ഷൻ മാറ്റാൻ എന്ത് ചെയ്യണമെന്ന് നോക്കാം. ആദ്യം നിങ്ങളുടെ അക്കൗണ്ട് ലോഗിൻ ചെയ്യുക. വിസ ആപ്ലിക്കേഷൻ ഹോം പേജിൽ കാണുന്ന ഡോക്യുമെന്റ് ഡെലിവറി ഇൻഫർമേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപേക്ഷകന്റെ പേര് തിരഞ്ഞെടുക്കുക. ഏത് രീതിയിലാണ് പാസ്പോർട്ട് വേണ്ടതെന്ന് തിരഞ്ഞെടുക്കുക. മാറ്റങ്ങൾ വരുത്തിയ ശേഷം സബ്മിറ്റ് ചെയ്യുക. ശേഷം ലോഗൗട്ട് ചെയ്യുക. എന്തെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് ഓർ റിക്വസ്റ്റ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് പരാതിപ്പെടാം. അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് പാസ്പോർട്ട് കിട്ടേണ്ട സ്ഥലവും രേഖപ്പെടുത്തുക. ഈ മാറ്റങ്ങൾ വരുത്താനായി കോൾ സെന്ററുമായി ബന്ധപ്പെടേണ്ടതില്ല. കൂടുതൽ വിവരങ്ങൾക്കായി എംബസിയുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ വിസ ആപ്ലിക്കേഷൻ ഹോം പേജിലെ മെസ്സേജസ് എന്ന ഭാഗം പരിശോധിക്കുക. US വിസ നിയമങ്ങളിൽ മറ്റു ചില മാറ്റങ്ങൾ കൂടി വന്നിട്ടുണ്ട്. പഴയ നിയമം അനുസരിച്ച് 48 മാസത്തിനുള്ളിൽ കാലാവധി കഴിഞ്ഞ വിസകൾക്ക് ഇന്റർവ്യൂ ഇല്ലാതെ അപേക്ഷിക്കാമായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് 12 മാസമായി കുറച്ചു. കൂടാതെ വിദ്യാർത്ഥികൾക്ക് വിസ എടുക്കുന്നതിനുള്ള നിയമങ്ങളും കൂടുതൽ കർശനമാക്കിയിട്ടുണ്ട്. 2025 ഒക്ടോബർ 1 മുതൽ വിസ ഇന്റഗ്രിറ്റി ഫീ എന്ന പേരിൽ $250 അധികമായി നൽകേണ്ടിയും വരും. ഈ നിയമങ്ങൾ ന്യൂഡൽഹി, മുംബൈ, ചെന്നൈ, ഹൈദരാബാദ്, കൊൽക്കത്ത തുടങ്ങിയ എല്ലാ US കോൺസുലേറ്റുകളിലും ബാധകമാണ്. വിസ ഇന്റർവ്യൂവിന് മുൻപ് തന്നെ നിങ്ങളുടെ ഡെലിവറി രീതി തിരഞ്ഞെടുക്കുന്നത് നല്ലതാണ്. ഇത്രയും കാര്യങ്ങളാണ് US വിസയുമായി ബന്ധപ്പെട്ട് വരാൻ പോകുന്ന പ്രധാന മാറ്റങ്ങൾ. അപേക്ഷിക്കുന്നതിന് മുൻപ് എല്ലാ വിവരങ്ങളും ശരിയായി മനസ്സിലാക്കുക. ഇവയെല്ലാം പുതിയ നിയമങ്ങളാണ്. അതിനാൽ തെറ്റുകൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. പാസ്പോർട്ടുകൾ നഷ്ടപ്പെടാതിരിക്കാനും ആളുകൾ വ്യാജരേഖകൾ ഉണ്ടാക്കുന്നത് തടയാനും വിസ നടപടികൾ കൂടുതൽ സുതാര്യമാക്കാനുമാണ് ഈ മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.